ഹലോ. അപ്പോൾ ഇതൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. ഒരു ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ്. പക്ഷേ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് തിങ്കളാഴ്ചയായിരിക്കും. എൻ്റെ മടി കാരണം, എനിക്ക് വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കാനുള്ള മടി കാരണം മടി പിടിച്ചിരുന്നത്. പിന്നെ വിചാരിച്ചു കുറേ നാളായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സൺഡേ രാവിലെ ഞങ്ങൾ മൂന്നാളും കുളിച്ച് ഒരുങ്ങി റെഡിയായിട്ട് അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ. അമ്പലത്തിൽ ശ്രീ മുക്കം തൃക്കടമണ്ണ ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോയത്. നമ്മൾ പറ്റുന്ന സൺഡേസിലൊക്കെ നമ്മളിവിടെ വരാറുണ്ട്, തൊഴാറുണ്ട്. മൈൻഡ് അങ്ങ് ഫ്രഷ് ആവും കേട്ടോ. കാണാൻ നല്ല രസമാണ് അവിടെ. ചുറ്റും പുഴയാണ്. പുഴയുടെ ഇരുവഴിഞ്ഞിപ്പുഴയുടെ നടുവിലാട്ടോ ഈ അമ്പലം ഉള്ളത്. ഇപ്പം മഴ കുറവായതുകൊണ്ട് വെള്ളം കുറവാണ്. ഇതിൽ നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ. അങ്ങനെ ചെറിയൊരു അമ്പലമാണ്, പക്ഷേ നിറയെ ആളുകൾ തൊഴാൻ വരാറുണ്ട്. പിന്നെ ആലുവ ശിവരാത്രി, പ്രസിദ്ധമായ ആലുവ ശിവരാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശിവരാത്രി ഏറ്റവും വലുത് നടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അത്രയും ജനങ്ങൾ വരുന്ന ഒരു അമ്പലമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ പോകുന്നത്, ഇത് നമ്മുടെ മുക്കം പെൻഡോയിപ്പ് പാലട്ടോ. അപ്പോൾ നേരെ പോകുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാനാട്ടോ. അങ്ങനെ സ്റ്റാറിലേക്കാട്ടോ പോയത്, മുക്കം സ്റ്റാറിലേക്കാണ് പോയത്. അവിടുന്ന് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. കാര്യമായിട്ടൊന്നും ഞങ്ങൾ കഴിച്ചില്ല. ഞങ്ങളൊരു പൊറോട്ട പിന്നെ വെജിറ്റബിൾ കറിയെ കഴിച്ചുള്ളൂ, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ നേരെ കൂമ്പാർ എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ വണ്ടിക്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് അങ്ങനെ പോവുക. അപ്പം കൂടരണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഏട്ടനോട് ഇങ്ങനെ ചോദിച്ച് എനിക്ക് ഇച്ചിരി ഓടിക്കാൻ തരുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ എനിക്ക് ഇച്ചിരി നേരം ഓടിക്കാൻ തന്നു കേട്ടോ. അങ്ങനെ കൂമ്പാർ എൻ്റെ വീട് വരെ ഞാനാണ് കേട്ടോ വണ്ടി ഓടിച്ചത്. ഏട്ടൻ തരൂല, ഏട്ടന് ഇഷ്ടമല്ല വണ്ടി ഓടിക്കാൻ തരാം, ഏട്ടന് തന്നെ ഓടിക്കണം. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് മത്തി മേടിച്ചിട്ടോ. മത്തിയൊക്കെ കഴിച്ചിട്ട് കുറേ കാലമായി. ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഇത് കഴുകാനും വെട്ടാനും ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് കാരണം, പിന്നെ ഇവിടെ മൊത്തം സ്മെല്ലാവും, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് കാരണം മേടിക്കാറില്ല. അപ്പോൾ കൂമ്പാർ എൻ്റെ വീട്ടിലാകുമ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പുറത്ത് വെച്ച് കഴുകാം, എന്നിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ പുറത്ത് എവിടെയെങ്കിലും കൊണ്ടിടാം. ഇത് ഒന്നും ഇടാനൊന്നും സ്ഥലമില്ല, സൗകര്യമില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ മേടിക്കാറില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ മത്തി കൊണ്ടുപോയിട്ട് ഞാൻ തന്നെ കേട്ടോ വെട്ടി കഴുകി അതിനകത്തേക്കുള്ള മസാലയൊക്കെ തയ്യാറാക്കുക കേട്ടോ. അപ്പം ഞാൻ മീൻ പൊരിക്കുമ്പം അതെന്ത് മീനാണെങ്കിലും ഞാൻ പൊരിക്കുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ചെറിയുള്ളി, കുരുമുളക്, കറിവേപ്പിൻ്റെ ഇല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ പൊരിക്കുക. എനിക്കല്ലാതെ ചുമ്മാ പൊരിച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല, ഏട്ടനും ഇഷ്ടമല്ല. അങ്ങനെ അതെല്ലാം മസാലയെല്ലാം പുരട്ടി 10 മിനിറ്റ് വെച്ച ശേഷം മീൻ അങ്ങോട്ട് പൊരിച്ചിട്ടോ, മത്തി ഫ്രൈ. അങ്ങനെ മത്തിയും പൊരിച്ച് ഞങ്ങൾ നന്നായിട്ട് ചോറുന്നു ഞങ്ങളെല്ലാവരും. ചിക്കനും ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുടുംബശ്രീ ഉണ്ടായിരുന്നു, എനിക്ക് കുടുംബശ്രീ പോകാണ്ടായിരുന്നു. അങ്ങനെ കുടുംബശ്രീയിൽ പോയി പെരും മഴയും. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു.